60-ാം വയസ്സിലാണ് അക്കിയോ ആദ്യമായി മോഷണം നടത്തുന്നത്. എന്തിനാണ് മോഷണം നടത്തുന്നത് എന്ന ചോദ്യത്തിനുള്ള അക്കിയോയുടെ ഉത്തരം നമ്മൾക്കൊരു പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. തുച്ഛമായ പെൻഷനും മകൻ ഉപേക്ഷിച്ച നിരാശയുമാണ് 81-കാരിയായ ഈ വൃദ്ധമാതാവിനെ മോഷണത്തിലേക്ക് പലപ്പോഴും നയിക്കുന്നത്. കടുത്ത പട്ടിണിയാണ് പലപ്പോഴും അക്കിയോ നേരിട്ടിട്ടുള്ളത്. ഒരുപക്ഷേ സാമ്പത്തിക സ്ഥിരതയും മെച്ചപ്പെട്ട ജീവിതവും ഉണ്ടായിരുന്നെങ്കിൽ താൻ ഒരിക്കലും മോഷണം എന്ന വഴി സ്വീകരിക്കില്ലെന്നും അക്കിയോ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2024 അക്കിയോ ജയിലിൽ നിന്നും മോചിതയായത്. എന്നാൽ അക്കിയോയെ പട്ടിണിയും ഏകാന്തതയും വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അക്കിയോയുടെ ജീവിതം ഒരു പ്രതീകം മാത്രമാണ്. അക്കിയോയെപ്പോലെ ധാരാളം മുതിർന്ന സ്ത്രീകളാണ് പട്ടിണിയും വിശപ്പും സഹിക്കാതെ ഭക്ഷണത്തിനും സുരക്ഷിതമായ പാർപ്പിടത്തിനും വേണ്ടി മോഷണവും മറ്റു കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീ തടവുകാരുടെ എണ്ണം 4 ഇരട്ടിയായി വർദ്ധിച്ചതായാണ് ജാപ്പനീസ് ഗവൺമെന്റിന്റെ കണക്കുകൾ. ചിലർ ജയിലിൽ തുടരാനായി പണം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്.